അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടൻ്റാണ് എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിതാ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള റൂട്ടിലാണ്. എൻ്റെ ഉമ്മയുടെ തറവാട് അവിടെയാണ്. അപ്പോൾ അവിടെ ഇന്നത്തെ യാത്ര. അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു മാരേജ് ഫംഗ്ഷനോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ അതാ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഡിപ്പാർച്ചറായി കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ ഇന്നതും നമുക്ക് മാരേജ് ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ട്രെയിനിലിരുന്നിട്ട് എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ടുള്ള കുറച്ച് പുറത്തെ കാഴ്ചകളായിരുന്നു. വളരെ നല്ല വ്യൂസായിരുന്നു എനിക്ക് കിട്ടിയത്. എല്ലാ കാഴ്ചകളും നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഓണായില്ല. അപ്പോൾ അതിന് ക്ലാരിറ്റിയും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും എനിക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊരു 4:15 ഒക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഡിപ്പാർച്ചറായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർച്ചറായത്. അപ്പോൾ അതിനിടയ്ക്കുള്ള മൗണ്ടൻ വ്യൂസൊക്കെയാണ് കാണിക്കുന്നത്. പോരാത്തതിന് ഭാരതപ്പുഴ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുതുരുത്തിയാണ് കേട്ടോ ഉമ്മയുടെ നാട്. അപ്പോൾ ഞങ്ങളിതാ ഏകദേശം അറൈവലായി. പോത്തന്നൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ അറൈവലായത്. ഒരു 6 മണി 5:45 ആയി ഞങ്ങൾ അറൈവായപ്പോൾ. അപ്പോൾ അതാ ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഫാമിലി 2-3 ഫാമിലീസും കൂടെ ഉണ്ടായിരുന്നു. ഉമ്മയുടെ കസിൻസ്, അവരുടെ മക്കൾ, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ഞങ്ങൾ ഹാളിലെത്തി. വേഗം തന്നെ ഹാളിലെത്തി. അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അതിനുശേഷം എന്താ ഞങ്ങളൊന്ന് കിച്ചണൊന്ന് പരിചയപ്പെടുത്താൻ ചോദിച്ചിട്ട് കിച്ചണിലേക്ക് പോയി. ചെറിയ ഹാളായിരുന്നു കേട്ടോ ഏകദേശം. പിന്നെ അവിടുത്തെ ഞങ്ങൾ തമിഴ്നാട് ഫുഡ് ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കിച്ചൺ. അവർ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ ഇതാ ബ്രൈഡ് വരാറായപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രൈഡാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ ഒപ്പനയും കോൽക്കളിയൊക്കെ ആയിട്ട് ബ്രൈഡ് വന്നു. പോരാത്തതിന് അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. ഇതൊക്കെ ബ്രൈഡിൻ്റെ ബ്രദേഴ്സാണ് കൂടെ ഉള്ളതൊക്കെ, അവരുടെ ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഫുഡ് വന്നിരുന്നത് നെയ്ച്ചോറും ഇതായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് കറിയായിരുന്നു അന്നത്തെ ഫുഡ് വന്നിരുന്നത്. കല്യാണത്തിൻ്റെ അന്നത്തെ ഫുഡ് 2 ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. ചാവക്കാടിൻ്റെ കേരള നോർമൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. തമിഴ്നാട് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ 2 ടൈപ്പ് ബിരിയാണിയാണ് കല്യാണത്തിൻ്റെ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ വെഡ്ഡിങ് ഡേയുടെ അന്ന് ഞങ്ങൾ രാവിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പോരാത്തതിന് കുറച്ച് ചിരിയും തമാശയും കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു ബ്രദറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫാമിലീസ്. ഞങ്ങൾ ഈ ഫാമിലി കൂടി കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നത് കുമ്പളങ്ങ ഹൽവയും അതുപോലെ തന്നെ അവിടുത്തെ ബിരിയാണി, ചിക്കൻ 65, അതുപോലെ തന്നെ സലാഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ഉണ്ട്. മിന്നു.